ലെസ്റ്റിനെ ഇവൻ ഫൈറ്റ് ചെയ്യാൻ വന്നതും ലെസ്റ്റ് അവനെ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തു അവൻ്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവനെ സോഡേറ്റ് വെട്ടാവുന്നതും അത് നേരെ ഒഴിഞ്ഞു മാറിയിട്ട് ആ സോഡിനെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ പൊട്ടിയ സോഡ് പെട്ടെന്ന് റിജനറേറ്റ് ആയിട്ട് വരാണ്, അത് കണ്ട് നെട്ടുകയാണ് ലെസ്റ്റ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരു കൈ അറ്റി വീണാണ്, അതൊരു ലെഫ്റ്റിൻ്റെ കൈയാണ്. അങ്ങനെ കൈ അറ്റി വീണതും ആ കൈ പിടിച്ചുകൊണ്ട് പറയാണ് ഒരു ഗ്ലൂ ഉണ്ട്, ആ ഗ്ലൂ കാരണം എൻ്റെ കൈ ഒട്ടിക്കാൻ പറ്റും, ഇന്നങ്ങനെ ഒന്നും കൊല്ലാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കൈ പോയത് കണ്ടിട്ട് ഡറ പേടിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഈ കൈ പയ്യന്മാരെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ശരിയാക്കാനായിട്ട് പറ്റുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മളെ റൈറ്റ് മെല്ലെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ സോഡ് വെച്ചിട്ട് കൊന്നിട്ട് ബ്ലഡിൻ്റെ മണം കിട്ടുകയാണ്. അതെ, കുറെ പേര് സൂട് വെച്ചിട്ട് കൊന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പം തന്നെ കുറേ ആൾക്കാർ മെല്ലും കാര്യങ്ങളും തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യൂറോൻ്റെ അതായത് കുലാം കുറേ ആൾ കൊന്നിട്ടുണ്ട്, വില്ലേജത്തും ഇപ്പോൾ ഉള്ള കുറേ ആൾക്കാരും കൊന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. മെല്ലെ ചെയ്തപ്പോൾ പിന്നെയും ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് യൂറോവിൻ്റെ പാരൻസിനെ കൊന്നിട്ടുള്ള ഇവൻ തന്നെയാണ്. യൂറോ അസ്മ അയാട്ടോ എന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നീ മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് അസ്മ. അപ്പോൾ പറയുകയാണ് ചെയ്യുന്നത് യൂറോ, നീ എന്നെ കൊല്ലാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വേണ്ടി ആ ഡിസിഷൻ വിട്ടുതരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതായത് അകമുറി എന്ന് പറയുന്ന ക്ലാൻ്റെ അനുസരിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് യൂറോ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസ്മ പറയുകയാണ് ചെയ്യുന്നത് അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റാണെന്നും അതൊന്നല്ല, എൻ്റെ ഫാദറിൻ്റെ കഴിവിനേക്കെല്ലാം കുറച്ച് കൂടുതൽ ആണ് എന്നും പറയാൻ ചെയ്യുന്നത്. ഇദ്ദേഹം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അസ്മ അജാട്ടോ പരിചയപ്പെടുത്താൻ ഇതെൻ്റെ ജേഷനാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. യൂറോ നിന്നെ ഒരേ വില്ലേജിലും ആവശ്യമില്ല, കാരണം നിന്നെ അവിടുന്ന് ഓടിപ്പോയതാണ് നിൻ്റെ പേരൻസ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഈ കാശി വില്ലേജ് ഉണ്ടായിരുന്ന ആൾക്കാർ നിൻ്റെ പേരൻസിനെ കൊന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. ആ വില്ലേജിൽ തൊരെ നിന്നെ കുറേ കൊല്ലാൻ നോക്കിയതാണെന്നും തുടർന്ന് നീ ഞങ്ങളെ കികാശി വില്ലേജിൽ ജോയിൻ ചെയ്യുമെന്നും ഞങ്ങൾ നിന്നെ നല്ല രീതിക്ക് നോക്കിക്കോളാമെന്നും അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഈ വില്ലേജിലുള്ള ആൾക്കാരെ കൊല്ലുകയും ഞങ്ങളെ കൊല്ലാൻ നോക്കിയതും നിങ്ങൾ തന്നെയല്ലേ, അപ്പോൾ ഞാനെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ പറയാൻ ചെയ്യുന്നത് വില്ലേജിലുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടുവന്ന് നിന്നെ ഇവിടെ എത്തിച്ചാനായിരുന്നു എന്ന് പറയാൻ ചെയ്യുന്നത്. വ്യാജമായിട്ടുള്ള ആശയം. അതുപോലെ തന്നെ ആ പെൺകുട്ടിയും ഇപ്പോൾ സേഫാണ്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ നീ മരണപ്പെട്ടുവെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറയാൻ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാമനെ കുറിച്ചും ഈ എല്ലാവരെ കുറിച്ചും അവിടെ പറയാൻ ചെയ്യുന്നത്. ആ യാമ തന്നെ ആയിരുന്നു ഈ ഒരു പുറകിൽ നിന്നെ കൊല്ലാൻ നോക്കുന്നതും. ആ യാമ തന്നെ ആയിരുന്നു നിന്നെ ഈ കൊല്ലാൻ നോക്കിയിരുന്ന യാമ എന്ന് വില്ലേജ് കുട്ടികളെ സുഖപ്പെടുത്തിയതും യാമ തന്നെ ആയിരുന്നു. ആ യാമ ആണോ നീ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വില്ലേജിൽ നീ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ നീ അങ്ങനെ സംസാരിക്കുമ്പോൾ ലാംഗ്വേജ് സൂക്ഷിക്കണമെന്ന് അങ്ങനെ യൂറോയോട് പറയാൻ ചെയ്യുന്നത്. ആളുകൾ ചിന്തിക്കുന്നതൊക്കെ ഭയങ്കര വിശിഷ്ടമായിരിക്കും. ആളുകൾ ഒരേപോലെ ചിന്തിച്ചാൽ ഈ ക്ലാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ എന്തിനായിരിക്കും, കുറേ ആളുകളെ നല്ല രീതിക്ക് കൊണ്ടുവരാനാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾ റിസോഴ്സും എല്ലാം തരാമെന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ പറയാണ് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വേട്ടയാടിയിട്ട് ജീവിക്കണമെന്ന്. അതുപോലെ സിംഗട്ട യുവാനോട് ചോദിക്കുകയാണ് നീയാണോ ആ യൂറോൻ്റെ പാരൻസിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പറയാൻ ചെയ്യുന്നത് ഞാനോടൊന്നും അറിയില്ല, ഞാൻ കുറെ പേര് കൊന്നിട്ടുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നും അങ്ങനെ ആരൊക്കെ പേര് ഓർത്ത് വെക്കാൻ സത്യം പറയണമെങ്കിൽ ഡൈമാനിനോട് ചോദിക്കുക എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ കട്ടാറിനോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഡറ മേൽക്ക് വെടിയെടുത്താണ് ചെയ്യുന്നത്. വെടിയെടുത്തിട്ട് ഡറ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടുന്ന് മുങ്ങാണ് ചെയ്യുന്നത്. യൂറോ ഡൈമാനോട് പറയാണ് ചെയ്യുന്നത് നീ യൂറോനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഞാൻ യൂറോനാണെങ്കിൽ ഗസ്റ്റായിട്ട് ഈ ഡൈമാനും ഇവനും ഞാൻ കൊടുക്കുമെന്നും പറയാൻ ചെയ്യുന്നു. യൂറോ എവിടെ ഉണ്ടെന്ന് അറിയാതെ കണ്ടന്റ് ആണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതോ ടീമിലുള്ള ഒരാളെ കാണാണ് ചെയ്യുന്നത്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ബാലറേജ് ടീം താളെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് പറയുന്നത് ഡറയോട് ചോദിക്കണേ നീ എന്താ ഇവിടെ എന്ന്. അപ്പോൾ പറയാൻ ചെയ്യുന്നത്
ഞാൻ ഇവിടെ ഒരാവശ്യത്തിൽ വന്നതാണ്. അപ്പോൾ പറയണേ, അതായത് ഞാൻ നിനക്കിങ്ങനെ അറിയാം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞാന്ന് ഡയറ പറയാൻ ചെയ്യുന്നത്. മരിച്ചു പോയ ആളോട് പറയാനായിട്ട് പറ്റില്ലല്ലോ, ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിഷയിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ ഒരു വരുന്നൊരു കാര്യം പറയുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഡിമോണിയം രക്ഷിക്കാനാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ടെറ പറയാൻ അല്ല ഒരു ആൾ പറയാൻ ചെയ്യുന്നത്, ഈ ഡിമോണിയ എന്ന് പറയുന്ന ഒരു പശു വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് യൂറെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ ചെയ്യുന്നത്. പറ്റിക്കൊണ്ടുപോയിരുന്നു, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അവർ മരിച്ചു കാണണമെന്നാണ് ആഗ്രഹം എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. യൂറ് നിന്നെ വിശ്വസിച്ച് വന്നത് നിന്നെ വിശ്വസിച്ച് വന്നല്ലോ എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇപ്പോൾ ഞാൻ യൂറോവിൻ്റെ ഒപ്പാണെന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ബാൻഡേജിൻ്റെ ആൾ നെട്ടുകയാണ്. അപ്പോൾ നീ കാശി വില്ലേജിൻ്റെ ഒപ്പം ബൈക്കിന് പോകണമെന്ന് ചോദിക്കണേ. ഒരിക്കലുമില്ല, നീ വെറുതെ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു ബൈക്കിനും വരില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. 100 വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് ഉണ്ടാകുന്നതും. അതുകൊണ്ട് അവരൊരു ബ്രേക്ക് ആൻഡ് സീൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാശി വില്ലേജിനായി നല്ലൊരു ഇതായിരിക്കുമെന്ന് പറയാൻ ചെയ്യുന്നത്. അതൊരു വയസ്സായ ആൾ പറഞ്ഞു വിളിച്ചിട്ട് 2 കുട്ടികളെ വേലി കൊടുക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയാണ്. കരണ്ട് വാശി കണ്ടതും അങ്ങനെ യൂറിനെ രക്ഷിക്കാമെന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ വാറസിൻ്റെ ആളെ കണ്ടിരുന്നു എന്ന് പറയാൻ ചെയ്യുന്നത്. ഇവിടെ കാണിയാണ് നല്ല പോരാട്ടമാണ് അറിയുന്നത്. എൻ്റെ കണ്ണ് ഇഷ്ടനെ മറക്കുന്നുണ്ട് എന്നും അപ്പോൾ തന്നെ ഈ ഫൈറ്റ് ഇവരെന്നെ കൊല്ലാൻ നോക്കുന്നില്ല എന്നും പറയാൻ ചെയ്യുന്നത്. പിന്നീട് എന്തിനാണ് ഞാൻ ലക്ഷ്യനെ മാത്രമല്ല വിളിച്ചത്, പിന്നെ എന്തിനാണ് റേറ്റ് വന്നതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. മാസ്റ്റർ പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞതും മാസ്റ്ററിന് ഇത് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവാനാണെങ്കിൽ അവിടെ പുറത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതും അങ്ങനെ നടക്കുന്നില്ല. ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. കാരണം താഴത്ത് ഡെഡ് ബോഡീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് മൂവ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ താഴത്തിരുന്ന് ഡെഡ് ബോഡീൻ്റെ തലയെടുത്ത് ലക്ഷ്യൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു. അവൻ ആ ഓടി പൊട്ടിച്ചുകൊണ്ട് മേലേക്ക് വരാണ് ചെയ്യുന്നത്. അതിനെ പുറത്ത് നിന്നും ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആകാശത്തു നിന്ന് നോക്കിയിട്ട് ഫുൾ മൂൺ കാണുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പിന്നീട് ലക്ഷ്യം പറയാൻ ചെയ്യുന്നത്, നിൻ്റെ ഫുൾ മൂണാണിത്, നീ നല്ലപോലെ കണ്ടു എന്ന് പറയാൻ ചെയ്യുന്നത്. വെളിച്ചം വാൾക്കാക്കിയോണ്ട് അതിൻ്റെ കണ്ണിലേക്ക് അടിക്കാൻ, കണ്ണൊക്കെ അടിച്ചപ്പോൾ കാണാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഫൈറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ കയത്ത് വെട്ടാൻ പോയതും നമ്മൾ റൈറ്റ് വന്നിട്ട് അതിനെ പിടിച്ച് ചവിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇവാൻക്ക് നല്ല പരിക്കേൽക്കുകയും അവൻക്ക് മനസ്സിലാകാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ ഞാൻ ഇവിടെ മരണപ്പെടുമെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ എന്ത് വലിയ അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് അവൻ്റെ കൈക്കുള്ള വാള് അത് അപകടം മനസ്സിലാക്കാൻ പറയാൻ ചെയ്യുന്നത്. ഇവിടെ എന്തോ വരാൻ നിൽക്കുന്നുണ്ട് എന്ന്. പിന്നെ കാണിക്കുന്നത് 2 ആൾ ഒരു വെയർ ഹൗസിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതേക്കൊരു ഗോഞ്ചോ എന്ന് പറയുന്ന ആയിട്ടുള്ള ആൾ വരുന്നു. അയാൾ വന്നിട്ട് ഗോഞ്ചോ എന്ന ആൾക്കാരെ വിളിക്കാൻ നിന്നും അവിടെ ഉണ്ടായിരുന്ന ആളെ തല്ലിക്കൊണ്ട് ഒറ്റ ചവിട്ടണ്ട് കൊടുക്കുകയാണ്. അതിൽ പാറിപ്പോവാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ പൊലിഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഡിമോണൊക്കെ പേടിക്കുകയാണ്. അങ്ങനെ വലിയ എന്തോ ഒരു സംഭവം അവൻ്റെ ഡിമോനെ വെച്ചിട്ട് തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ടും നല്ല രീതിക്ക് ഫൈറ്റ് ഉണ്ടായതും വേറെ കമ്പനിയത്തെ ആൾക്ക് വിളിച്ചുകൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് അതിലുണ്ടായിരുന്ന ഒരാൾക്ക് ലീവ് വേണമെന്ന് പറയാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവൻ്റെ ഡിമോൺ വെച്ചിട്ട് തകർക്കാൻ നോക്കിയതും ആ വയസ്സനായിട്ടുള്ള ക്ലവൻ്റെ ഡിമോൺ വെച്ചിട്ട് അത് ഇല്ലാതാക്കുകയാണ് ചെയ്തത് ഇവൻ്റെ ഡിമോനെ. അങ്ങനെ ആ ഡിമോണും ഡയമണ്ടിനും കണ്ടിട്ട് നെട്ടിരിക്കുകയാണ്. അതായത് തൻ്റെ ഈ ഒരു ഹീറോനാശനം രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാണ് ഡറ. അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് സിപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടി നല്ല രീതിക്ക് വീഡിയോസൊക്കെ വരുന്നതാണ്. ഇതിലേക്ക് വരെ കാണാത്ത അനിമലൊക്കെ എനിക്ക് ശേഷം വരാണെന്ന് കരുതി കമ്പനിക്കാരെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്കാർ അതൊന്നും കാര്യമാക്കാതെ ജോലി ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ കകമുറി ക്ലാനിലുള്ള 8 വന്നിരിക്കുകയാണ്. അപ്പോൾ ടാര അത് കണ്ടിട്ട് ഇനി യൂറയെ രക്ഷിക്കുന്നതും ഭയങ്കര ടഫായിരിക്കുമെന്നും പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ക്ലാനിൽ, അതായത് കകമുറി എന്ന ക്ലാനിൽ എല്ലാവരും വന്ന രീതിക്കാണ് യൂറോക്ക് തോന്നിയത്. അവിടെ സീൻ കട്ട് ചെയ്ത് അവിടെ കാണിക്കുകയാണ്. മാങ്ക് വരച്ചത് മാങ്കോട് പറയുകയാണ് ചെയ്യുന്നത്, നല്ല രീതിക്ക് വരച്ചിട്ടുണ്ട്, നീയാണ് എൻ്റെ അസിസ്റ്റൻ്റായി ആണ് എന്ന് പറയുകയും ചെയ്യുന്നത്. അഭിഷേകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ആശ തൻ്റെ യൂറോയിനെ കാണുമെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പം തന്നെ നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ് ചെയ്യുന്നത്, എനിക്ക് യൂറോനെ കാണണമെന്ന്. അപ്പോൾ എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് കരുതി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓള് വരുന്ന പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് മാങ്കിയോ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മാങ്കിയോ നേരെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു ആയുധം ഉള്ളതായിട്ട് അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയുധമുള്ളതും അയാൾ എവിടെ നിൽക്കാതെ ആസൻ്റെ അടുത്തേക്ക് വരുന്നിടത്ത് വില്ലേജിനെ ചുറ്റിപ്പറ്റി എന്തോ തിരുമതി നടക്കുന്നുണ്ടെന്ന് ആസ മനസ്സിലാക്കുന്നു. 17ാമത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.